കർണാടകയിൽ വീണ്ടും ബുൾഡോസർ രാജ്. ബംഗളൂരു തനിസാന്ത്രയിൽ പുലർച്ചെയായിരുന്നു പൊളിച്ചുമാറ്റൽ നടപടി. ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് വീടുകൾ പൊളിച്ചു മാറ്റിയത്. മുൻകൂർ അറിയിപ്പ് ലഭിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. हमने घर खाली करो को बोले भी नहीं, हमें खुलेआम खुद जाते सामने मालूम भी नहीं, ऐसा बोलते तो हमें क्या तक कर को खाली करते। अब सुबह को एकाएक चाको है पूरा 6 बजे से उठा को ऐसा करिए हमने। अब हमें छोटे छोटे बच्चे रख रखे, हमें कहाँ जाना तो बोलो शाम तक का टाइम दियो का आज एक दिन के वास्ते टाइम दियो को तभी हमने टाइम नहीं दिया. വിവരങ്ങൾ നൽകാനായി ഷഫീഖ്, എന്താണ് വിവരം? കർണാടകയിൽ ഇത് തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് ബുൾഡോസർ രാജ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബുൾഡോസർ നിയമവിരുദ്ധമല്ലാത്ത കെട്ടിടം എന്നാരോപിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് നൂറുകണക്കിന് വീടുകൾ തകർത്തിരുന്നു. ഇപ്പോൾ ബംഗളൂരു തന്നിസാന്ത്രയിലാണ് ഇന്ന് പുലർച്ചെ JCB അടക്കമുള്ള ഉപകരണങ്ങളും കൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദമെത്തി പൊളിച്ചുമാറ്റൽ നടത്തിയത്. രണ്ടിടത്ത് 20ഓളം വീടുകളാണ് ഇങ്ങനെ തകർത്തിരിക്കുന്നത്. ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പൊളിച്ചുമാറ്റൽ നടപടി ഉണ്ടായത്. ഇത് മുൻകൂർ അനുമതിയൊന്നും നൽകിയിരുന്നില്ല, നോട്ടീസ് നൽകാതെയാണ് ഈ പൊളിച്ചു നീക്കൽ നടപടി എന്നാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. എന്നാൽ നിയമാനുസൃതമല്ലാത്ത വീടുകളാണ്, സർക്കാർ ഭൂമി കയ്യേറി സ്ഥാപിച്ച വീടുകളാണ് പൊളിച്ചു നീക്കിയത് എന്നാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ വിശദീകരണം. പുലർച്ചെയാണ് ഈ പൊളിക്കൽ നടപടിയിലേക്ക് എത്തിയത്. അവിടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുപകരണങ്ങൾ പോലും എടുത്തു മാറ്റാൻ സമ്മതിച്ചില്ല. അത് പൂർണ്ണമായും പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇത് പൊളിച്ചു മാറ്റിയത് എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടികൾക്ക് പുലർച്ചെയാണ് ഈ പൊളിക്കൽ നടപടി എന്നതുകൊണ്ട് തന്നെ പുലർച്ചെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നീട് സന്നദ്ധ സംഘടനകൾ എത്തിയാണ് അവർക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നൽകിയത് എന്ന ആരോപണമുണ്ട്. ഈ ബുൾഡോസർ രാജിനെതിരെ വ്യാപകമായ പരാതികൾ ഉയരുന്ന ഘട്ടത്തിൽ തന്നെയാണ് യും കർണാടക സർക്കാർ അനധികൃതമായ കെട്ടിടമാണ് എന്ന് ആരോപിച്ച് പാവങ്ങൾ താമസിക്കുന്ന കോളനിയിലെ വീടുകൾ പൊളിച്ചു മാറ്റുന്ന നടപടി ഉണ്ടായത്. നേരത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം ആണ് എന്ന് ആരോപിച്ചാണ് അവിടെ പൊളിച്ചുമാറ്റൽ നടപടി, ഫക്കീർ കോളനിയിൽ ഉൾപ്പെടെ പൊളിച്ചുമാറ്റൽ നടപടി നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള കന്നിസാന്ത്രയിലുള്ള സ്ഥലത്താണ് ഈ പൊളിച്ചുമാറ്റൽ നടപടി നടത്തിയത്. ബുൾഡോസറുകൾ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികളുമായി പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു ഇത്തരം നടപടിയിലേക്ക് കടന്നത്. ഈ നടപടി ഉണ്ടാവുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ കാര്യങ്ങളൊന്നും പാലിച്ചില്ല ഉദ്യോഗസ്ഥർ എന്ന ഒരു ആരോപണവുമായി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഷഫീഖ്, സർക്കാരിന്റെ ഒരു വാദം എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും ബംഗളൂരു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗരം, ആ നഗരം വൃത്തിയാക്കുക എന്നതാണ് ഇവർ പ്രധാനമായും അധികൃതർ സൂചിപ്പിക്കുന്നത്. അനധികൃതമായ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റി ഇപ്പോൾ കയ്യേറിയിരിക്കുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ച് അവിടെ ബംഗളൂരുവിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് അവർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അനധികൃതമായി കയ്യേറി സ്ഥാപിച്ച മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ കോളനികൾ കേന്ദ്രീകരിച്ച് അവിടെ താമസിക്കുന്ന സാധാരണക്കാരുടെ വീടുകളാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നത്. ഇവരുടെ പ്രധാനമായ ഒരു ആരോപണം വലിയ രൂപത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്ന സ്ഥലത്തൊന്നും തന്നെ ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നില്ല. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ചെറിയ കുടിലുകളാണ് ഇങ്ങനെ പൊളിച്ചു മാറ്റുന്നത്. അതും പുലർച്ചെയാണ് ആളുകൾ എത്തുന്നത്. നേരത്തെയും പുലർച്ചെയാണ് ഫക്കീർ കോളനി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് യന്ത്രസാമഗ്രികളുമായി എത്തി അവിടെ ഉണ്ടായിരുന്ന കുടിലുകൾ പൊളിച്ചു മാറ്റിയത്. ഇത് നേരത്തെ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് JCB ഒക്കെയുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്നു, അവിടെ ഉദ്യോഗസ്ഥരെത്തുന്നു, പോലീസിന്റെ സംരക്ഷണം ഉണ്ടാവുന്നു. എന്നിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തേക്ക് മാറ്റിയ ശേഷം അവരുടെ സാധന സാമഗ്രികൾ പൂർണ്ണമായും വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം തകർക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ രാവിലെയുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയവും അതൊന്നും തന്നെ കഴിയുന്നില്ല. അപ്പോൾ വലിയ ഒരു പ്രയാസം, ദുരിതം അവിടെയുള്ള സാധാരണക്കാർ അനുഭവിക്കുന്നുണ്ട്. അവിടെ കയ്യേറ്റം ആരോപിച്ചാണ് സർക്കാർ നടത്തുന്നതെങ്കിൽ പോലും അവരോട് കാണിക്കേണ്ട നിയമപരമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ മാനുഷികമായ പരിഗണനയും കർണാടക സർക്കാർ നൽകുന്നില്ല എന്ന ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ശരി, ഷഫീഖ് നസ്രുള്ളിയാണ് വിവരങ്ങൾ നൽകിയത്.